ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നേരത്തെ ഞാനും കൂട്ടുകാരും കൂടെ ഒന്നിച്ചിട്ടാണ് ഇറങ്ങിയത്. ഡ്യൂട്ടി സ്റ്റാർട്ടായ സമയത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായത് തന്നെ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഷോപ്പിന്റെ അടുത്ത് പിന്നെ പള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധിക ദിവസങ്ങളിലും ലോറ് അസറും ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാറാണ്. നേരത്തെ പറഞ്ഞില്ലേ തൊട്ടടുത്ത് പള്ളിയൊന്നും ഇല്ലാന്ന്, അതുകൊണ്ട് തന്നെ മഗ്‌രിബിന്റെ ഇശാന്റെ നേരൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പായൊക്കെ വിരിച്ചിട്ട് ആ കാണുന്ന സ്ഥലത്ത് നിസ്കരിക്കാറാണ്. ബ്രേക്ക് ടൈമിന് റൂം പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കൂട്ടുകാരൻ വിളിച്ചിട്ട് പുലാവ് വാങ്ങിക്കൊണ്ടാൻ വേണ്ടി പറയുന്നത്. ഷോപ്പിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ബോർഡ് വെച്ചേക്കുന്നത് കള്ളൊടിച്ച് വരുന്ന ആൾക്കാർ പാർസൽ വാങ്ങിയാൽ മതി, ഇവിടെ ഇരുന്ന് കഴിക്കാൻ നിൽക്കരുത്. കുറെ ആൾക്കാരുണ്ട് വെള്ളടിച്ച് വന്നൊരു ഷോപ്പ് കയറി അലമ്പാക്കുന്നവര്. അവരൊക്കെ കാരണം കൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കുള്ള പുലാവ് റെഡി ആയിട്ട് അവർ പാർസലാക്കി തന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ റൂമിൽ ഇപ്പോൾ ഒരു 8 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയാലും വേസ്റ്റ് ആകും എന്നുള്ള പേടിയില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഐറ്റം. പക്ഷെ ഇതിൽ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇത് വാങ്ങിയിട്ട് റൂമൊക്കെ ഒന്ന് എത്തിക്കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം ചൂട് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് പുറത്തൊക്കെ നടക്കാൻ. ഇപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ബ്രേക്ക് ടൈമും കഴിഞ്ഞ് നേരെ റിട്ടേൺ ഡ്യൂട്ടിക്ക് തന്നെ കയറിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 4 വർഷം കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒരു വലിയ കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്ഷമിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. അത് എടുത്തു പറയാൻ കാരണം വേറൊന്നുമല്ല, അത് ഈ കാണുന്ന പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പലതരം സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാർ, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ എല്ലാവരും ഒരേ വൈബായി മാറുന്ന ഒരു പ്രത്യേക തരം കാഴ്ചയാണ് പ്രവാസ ലോകത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തൊന്ന് കറങ്ങാൻ വേണ്ടി പോകണമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. വേറെ അടുക്കല്ല, റൂമിന്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു വെയർ ഹൗസ് ഉണ്ട്. അപ്പൊ ചെറിയ വിലക്ക് നല്ല നല്ല ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം ചിന്തിച്ചിങ്ങാണ്ടുള്ള സമയം കളയാൻ വേണ്ടി നിന്നില്ല. എല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. സംഭവം ശരിയാണ് കേട്ടോ. ചെറിയ വിലയ്ക്ക് ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഷോപ്പിന്റെ പേരോ അല്ലെങ്കിൽ ഷോപ്പിന്റെ ലൊക്കേഷനോ നമുക്ക് പ്രോപ്പറായിട്ട് പറയാനുള്ള ലൈസൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. എന്തിനാണ് വെറുതെ അറിഞ്ഞുകൊണ്ട് വള്ളി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും നിന്നില്ല. നമുക്ക് വേണ്ട കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ നിലാവെളിച്ചത്ത് കോയക്കുട്ടികളെ വിട്ടമാരി കുറേ നേരം അങ്ങനെ ഷോപ്പിങ്ങിലൊക്കെ കൂടെ പരിചയം നടന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കന്തൂറിട്ട് തന്നെ പൊലിവും പൊന്നാരാണ് കേട്ടോ. കാരണം കഴിഞ്ഞ പെരുന്നാക്കൊന്ന് വാങ്ങിയിട്ടതാണ്. പിന്നെ അന്ന് മടക്കി വെച്ചിട്ട് ഇന്ന് ഇടാൻ വേണ്ടി ചാൻസ് കിട്ടുന്നത്. വല്ലാണ്ടൊന്നും കറങ്ങി നടക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതിന് ഷോപ്പ് ക്ലോസ് ചെയ്യാവുന്ന ഒരു അനൗൺസ്മെന്റ് വന്ന്. സംഭവം 11 മണിക്ക് ഷോപ്പ് ക്ലോസ് ആണല്ലോ. ഞങ്ങൾ എത്തിയപ്പത്തിന് 11 എന്തായാലും വന്നതല്ലേ, പെട്ടെന്ന് റൂമൊക്കെ കയറണ്ടെന്നുള്ള പ്ലാനിൽ നേരെ അപ്പുറത്തെ ഗിഫ്റ്റ് മാർക്കറ്റിൽ വെച്ച് പിടിച്ച് ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഷാമ്പു കഴിഞ്ഞ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. 2 ദിവസമായിട്ട് ഷാമ്പുവിന്റെ കുപ്പിയിൽ വെള്ളമാടോ, ഒരു സുഖമല്ല കുളിക്കാനാവുണ്ട്. ഈ റൂമിലെത്തിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോകണത്. വേറെ ഒന്നുമല്ല, നമുക്ക് ലീവ് ഉണ്ടാവാറില്ല. അങ്ങനെ വാങ്ങാനുള്ള സാധനം എല്ലാം വാങ്ങി എല്ലാം ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാനായിട്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, അടുത്ത പരിപാടി പിന്നെ കാണാം.